ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് വിജിസി. ഞാൻ ഗോപുചന്ദ്രൻ. സോ ഗൈസ്, നമ്മൾ പാനും പേപ്പറും ഇല്ലാതെ എങ്ങനെയാണ് RRB NTPC ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്, താങ്ക് യു. ഓക്കെ, അതിൻ്റെ പാർട്ട് 2 ഞാൻ ഇത് കഴിഞ്ഞ് ഒരു പാർട്ട് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ പാർട്ട് 3 കൂടി എന്തായാലും ഉണ്ടാവും. അതിലും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാർട്ട് 2-ൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് നമുക്ക് കഴിഞ്ഞ ഇതിൽ കൺഫ്യൂഷൻ വന്നതായിരുന്നു, ഞാൻ എടുത്തത് തെറ്റിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് നോക്കാം, ഇതിന്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കുന്നത് യൂണിറ്റ് ഡിജിറ്റ് ആദ്യം എല്ലാം ഡിഫറെൻ്റ് ആണോ നോക്കാം ഓപ്ഷൻസിൽ. അങ്ങനെയാണെങ്കിൽ സമ്മ്, അതായത് ആവറേജ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താ, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ റോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ റോ ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. സമ്മ് കിട്ടണമെങ്കിൽ 98 × 12 പ്ലസ് 74 × 22 പ്ലസ് 17 × 50 ഒക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. അപ്പോൾ സമ്മ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സമ്മ് യൂണിറ്റ് ഡിജിറ്റ് ഇപ്പോൾ 8 × 2 16 6 ആണ് കേട്ടോ. 8 × 2 16 എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 4 × 2 എന്ന് വെച്ചാൽ 8 ആണ്. അപ്പോൾ 6 + 8 എന്ന് വെച്ചാൽ 14. അപ്പോൾ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 4. ഇനി 7 × 8 എന്ന് വെച്ചാൽ എത്രയാണ്, 56. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 4 + 6 എന്താ, 0. 4 + 6 0. 0 + 9 × 8 എന്ന് വെച്ചാൽ എന്താ, 72. 2 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 9 × 4 എന്ന് വെച്ചാൽ എന്താ, 36. 6 ആണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 6 + 2 എന്ന് വെച്ചാൽ നമുക്ക് 8 യൂണിറ്റ് ഡിജിറ്റ് കിട്ടണം. 8 യൂണിറ്റ് ഡിജിറ്റ് കിട്ടണം. ഓക്കെ, ഇനി ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. അതേപോലെ 8 × 4 12 അല്ലേ. 12 7 19. 9 ഉണ്ട്. 9 8 എത്രയാ, 17. 9 8 17. 17 4 21. അപ്പോൾ സമ്മ് 8ഉം നമ്പർ ഓഫ് ടേംസ് യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് വരുന്നത്. 31 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് യൂണിറ്റ് ഡിജിറ്റ് 1. അപ്പോൾ ആവറേജ് ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടണം അല്ലേ. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് സമ്മ്. അപ്പോൾ ആവറേജ് ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടണമെങ്കിൽ ആവറേജിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 8 ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ ഇനി 2 ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം സമ്മ് കണ്ടുപിടിക്കുക. സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലേ. 9 × 2 എന്ന് വെച്ചാൽ 18 ആണ്. 8 ഉണ്ട്. പ്ലസ് 1 × 5 13 വരും അല്ലേ. 3 വരും. പ്ലസ് 4 × 4 16. 3 മാറും 9 വരും. പ്ലസ് 9 × 4 36. 9 6 15 വരും. പ്ലസ് 7 × 5 35. 15 5 20. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് സമ്മിൻ്റെ 0 വരുന്നു. യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ സമ്മിൻ്റെ 0 അല്ലേ. അപ്പം എന്തായാലും നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ് എന്ത് കിട്ടണം, 0 കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് ടേംസ് നിങ്ങൾ നോക്കിയോ. 5 × 2 7. 7 4 11. 11 4 15. 15 7 22. അപ്പോൾ നമ്പർ ഓഫ് ടേംസിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ ആവറേജ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടാം. ആവറേജ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് എന്ത് കിട്ടണം, 0 കിട്ടാം. അങ്ങനെ വരുന്ന 0 ആവറേജ് 60 അല്ലേ. 60 ഇൻറ്റു യൂണിറ്റ് ഡിജിറ്റ് 2 കിട്ടുമ്പോൾ എന്തായാലും സമ്മ് എന്ത് വരും, 0 വരും. മനസ്സിലായോ? ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് 1 മിനിറ്റ് ഒക്കെ വേണ്ടിയുള്ളൂ, 1-2 മിനിറ്റ്. പക്ഷെ നിങ്ങളത് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ജസ്റ്റ് എവിടെയാണ് ചെയ്തിട്ട് പോവാം. അടുത്തത് ഇപ്പോൾ ഒരു ചോദ്യം നോക്കാം. ഇവിടുത്തെ നമ്മൾ ചെയ്യുന്നത് ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം സമ്മ് നോക്കുക. 4 × 1 ഇവിടെ 4 വരും. പ്ലസ് 48 8. 4 + 8 2 വരും. 2 + 5 × 4 20. അപ്പോൾ 2 + 0 2 വരും. പ്ലസ് 6 വരും അല്ലേ. അപ്പോൾ 8 വരും. പ്ലസ് 2 വരും. 0 വരും. 0 വരും. അപ്പോൾ സമ്മ് 0 വരും. നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ 1 + 8 9 5 14 6 20. പ്ലസ് 8 യൂണിറ്റ് ഡിജിറ്റ് 8 വരും. യൂണിറ്റ് ഡിജിറ്റ് 8 വരും. അപ്പോൾ 8 ഇൻറ്റു ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 5 കിട്ടണം അല്ലേ. 8 ഇൻറ്റു ആവറേജ് യൂണിറ്റ് ഡിജിറ്റ് 5 കിട്ടുന്നത് ഏത് ഓപ്ഷൻ വരുന്ന ആവറേജ്, 45 ആണ്. അത്രയല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് പേനയും പേപ്പറും എടുത്ത് നമ്പറൊക്കെ എഴുതി സമ്മ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് സമയം പോകും. അടുത്ത ചോദ്യം ഇവിടെ നോക്ക്. ഇവിടെ ആവറേജ് അല്ലേ ചോദിക്കുന്നത്, അർത്ഥമെറ്റിക് മീൻ. അപ്പോൾ എന്ത് ചെയ്യുക, യൂണിറ്റ് ആദ്യം എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9. ടോട്ടൽ നമ്പർ 9 ഉണ്ട്. സമ്മ് കണ്ടുപിടിക്കാം. 9 2 11. 11 9 0 വരും അല്ലേ. വീണ്ടും 7 1 8. 8 8 16. 16 4 0 വരും. പ്ലസ് 0 + 4.
അപ്പോൾ സം എന്ന് വെച്ചാൽ 4 ആണ് വരുന്നത്. സം എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. അപ്പോൾ ആവറേജ് ഇൻറ്റു 4, ആവറേജ് ഇൻറ്റു 9 4 കിട്ടണം. ആവറേജ് ഇൻറ്റു 1 2 3 4 5 6 7 8 9. ആവറേജ് ഇൻറ്റു 9 സം എത്രയാണ്? സം മറന്നുപോയല്ലോ. സം നോക്കാം, 4 ആണ് വന്നത്. 9 2 11 9 0 വരും. 7 1 8 8 8 16 16 4 0 വരും. ഇവിടെ 4 വന്നു. അപ്പോൾ സം എന്ന് പറയുന്നത് 4. സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? 4 ഈക്വൽ ടു ആവറേജ് ഇൻറ്റു 1 2 3 4 5 6 7 8 9. സം ഈക്വൽ ടു 4. സോ 9 ഇൻറ്റു ആവറേജ് ചെയ്യുമ്പോൾ 4 കിട്ടണം. 9 ഇൻറ്റു ആവറേജ് ചെയ്യുമ്പോൾ 4 കിട്ടണമെങ്കിൽ 9 ഇൻറ്റു 6 അല്ലേ 4 വരുന്ന യൂണിറ്റ് ഡിജിറ്റ്. 9 ഇൻറ്റു 6 66. മനസ്സിലായോ? എൻ്റെ കയ്യിൽ പേനയും പേപ്പറൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി പറയുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങളിത് ചെയ്യുമ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ്, സി സ്ക്വയർ എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ എക്സിനോ വൈക്കോ 0 കൊടുക്കുക, സോറി വൈക്കോ സെഡിനോ എന്ത് ചെയ്യുക 0 കൊടുക്കുക, വൈനോ സെഡിനോ 0 കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ വൈ വലിയ വാല്യൂ ആണല്ലേ വരുന്നത് കോഎഫിഷ്യൻ, അപ്പോൾ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുത്താൽ സെഡിൻ്റെ കോഎഫിഷ്യൻ നോക്കുക 5 സ്ക്വയർ 25, സെഡിൻ്റെ കോഎഫിഷ്യൻ മാത്രം നോക്കുക 5 സ്ക്വയർ 25 പ്ലസ് 9 സ്ക്വയർ 81 പ്ലസ് 9 സ്ക്വയർ 81 മൈനസ് 81 വരും. അപ്പോൾ 25 പ്ലസ് 81 മൈനസ് 81 എന്ന് വെച്ചാൽ എത്രയാണ്? 25. 25 വരുന്ന ഒറ്റ ഓപ്ഷനിലുള്ളൂ. 25 വരുന്ന ഒറ്റ ഓപ്ഷനിലുള്ളൂ. ജസ്റ്റ് വൈക്ക് സെഡ് 0 കൊടുക്കുക, സെഡിന് വേണമെങ്കിൽ 1 കൊടുത്തോ. അപ്പോൾ 25 കിട്ടുന്നത് ഓപ്ഷൻ 3 മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ എല്ലാ ഷിഫ്റ്റിലും ഓൾമോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഒരു നമ്പർ തന്നിട്ട് അല്ലേ, 2 ഈസ് ആഡഡ് ടു ഈച്ച് ഈവൻ ഡിജിറ്റ്, 1 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഡ് ഡിജിറ്റ്. അപ്പോൾ ഈവൻ ഡിജിറ്റിൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുന്നു, ഓഡ് ഡിജിറ്റിൻ്റെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് ഫ്രം ദി ലെഫ്റ്റ് ഇൻ ദി ന്യൂ നമ്പർ, പുതിയ നമ്പറിൽ അവസാനത്തെ ലെഫ്റ്റിൽ നിന്ന് 3 ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സം എന്താ? ഒന്നും ചെയ്യണ്ട, ഈ നോർമലി അവിടെ തന്നിരിക്കുന്ന നമ്പർ അവസാനത്തെ 3 നമ്പർ 649 അല്ലേ, അതിൻ്റെ സം എന്ന് വെച്ചാൽ എത്രയാ? 6 4 19 19 വരുന്നത്. 6 4 10 19 19. ഇവിടെ 2 ഈവൻ ഡിജിറ്റ് ഉണ്ട്, ഒരു ഓഡ് ഡിജിറ്റ് ഉണ്ട് അല്ലേ. 2 ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ രണ്ടിലും 2 2 ആഡ് ചെയ്യണം. 2 ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ രണ്ടിലും 2 2 ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ 19 ഉണ്ട്. 19 പ്ലസ് 2 പ്ലസ് 2 അല്ലേ. ഒരു ഓഡ് ഡിജിറ്റ് നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. ഓഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 9 മാത്രമേ ഉള്ളൂ, 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 6 പ്ലസ് 4 പ്ലസ് 9 19 വന്നു. 19 പ്ലസ് 2 അല്ലെ, വീണ്ടും ഒരു 2 മൈനസ് 1. 19 പ്ലസ് 2 പ്ലസ് 2 മൈനസ് 1 എത്രയാ? 19 പ്ലസ് 4 മൈനസ് 1 19 പ്ലസ് 3 22 അല്ലേ, 22. മനസ്സിലായോ? ജസ്റ്റ് ലാസ്റ്റത്തെ 3 ഡിജിറ്റ് സമ്മ് ചെയ്യാം. 6 4 10 19 19. ഇനി 6 4 എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ ഡിജിറ്റാണ്. ഈവൻ ഡിജിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലസ് 2 പ്ലസ് 2 വരും. ഓഡ് ഡിജിറ്റ് ആണ് 9, അപ്പോൾ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 19 പ്ലസ് 2 പ്ലസ് 2 മൈനസ് 1 എത്രയാണ്? 22. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഇതുപോലെ ഈ ഒരു ചോദ്യം നോക്ക്. ഇവിടെ ഓഡ് ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, ഈവൻ ഡിജിറ്റിൻ്റെ കൂടെ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ ചോദിക്കുന്നത്. ഈ ഓപ്ഷനിൽ ഹയസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 8 ആണ്, ലോവസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 1 ആണ്. ഹയസ്റ്റ് നമ്പർ 8ഉം ലോവസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ അതിന് ഡിഫറൻസ് എത്ര വരുന്നത്? 8 മൈനസ് 1 7 അല്ലേ വരുന്നത്. മനസ്സിലിരിക്കട്ടെ, 8 മൈനസ് 1 7. ഇനി 8 എന്ന് വെച്ചാൽ ഈവൻ ആണ്, 1 എന്ന് വെച്ചാൽ ഓഡ് ആണ് അല്ലേ. അപ്പോൾ 7ൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം, 2 സബ്ട്രാക്ട് ചെയ്യണം. 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 8 വരും. 8 മൈനസ് 2 എന്ത് വരും? 6 വരും. ഓപ്ഷൻ 2. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? പേന പേപ്പർ വേണോ? അടുത്ത ചോദ്യം, ഈ ചോദ്യം നോക്ക്. സെയിം ക്വസ്റ്റ്യൻ, അതേ ചോദ്യം വന്നിരിക്കുന്നില്ല, റിപ്പീറ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 6. ഈ ചോദ്യം നോക്കുക. സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 19 അപ്പോൾ ഇതൊന്നുമില്ല കേട്ടോ. മുകളിൽ നോക്ക് 19 7 35 താഴെയും 19 7 35. പിന്നെ ഇവിടെ പവർ എക്സ്പോണന്റ് എന്ന് വെച്ചാൽ 19, ഇവിടെ 18 9 8 7 6. വളരെ സിമ്പിളാണ്. 19 റേസ് ടു 19 മൈനസ് 18 ഒന്നല്ലേ. 19ൻ്റെ പവർ എന്ത് വരും? 1 വരും. 19ൻ്റെ പവർ 1 വരും. അതിൽ 7 റേസ് ടു ഇവിടെ 9 ഉണ്ട് 8 വിട്ട് 7 റേസ് ടു 1 വരും. 35 റേസ് ടു 1 വരും. വെട്ടി കഴിയുമ്പോൾ 19 റേസ് ടു 1 7 റേസ് ടു 1 35 റേസ് ടു 1. ഡോണ്ട് മൾട്ടിപ്ലൈ. 19 ഇൻറ്റു 7 ഇൻറ്റു 35 മൾട്ടിപ്ലൈ ചെയ്യേണ്ട. 19 ഇൻറ്റു 7 ഇൻറ്റു 35 യൂണിറ്റ് ഡിജിറ്റ് 5 അല്ലേ വരാം അല്ലേ. 19 വെച്ചാൽ 9 ഓഡ് നമ്പറാണ്, 7 ഓഡ് നമ്പറാണ്. അതിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് വരും? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 വരും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ.
സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് അതുപോലൊരു ചോദ്യമല്ലേ. ഇവിടെ നോക്ക്, മുകളിൽ ന്യൂമറേറ്ററിൽ 31 2 84 ഡിനോമിനേറ്ററിൽ 31 2 84 അല്ലെ. ഇവിടെയും 10 - 9 1, 15 - 14 1, 6 - 5 1. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ സബ്ട്രാക്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ 31 × 2 × 4 കിട്ടും. 31 × 2 × 4. ജസ്റ്റ് മൾട്ടിപ്ലൈ ദി യൂണിറ്റ് ഡിജിറ്റ് അല്ലെ. എന്ന് വെച്ചാൽ 1 × 2 × 4 ചെയ്യാം. 1 × 2 × 4 എന്ന് വെച്ചാൽ എത്രയാ? 8 വരും. 1 × 2 × 4 യൂണിറ്റ് ഡിജിറ്റ് 8. യൂണിറ്റ് ഡിജിറ്റ് 8 വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ബി. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്കാം. 2 numbers are respectively 30% and 18% more than the third number. Ratio of the number. ഓക്കെ, രണ്ടാമത്തെ നമ്പർ എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിനേക്കാളും 30% കൂടുതലാണ്. മൂന്നാമത്തെ നമ്പർ എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിനേക്കാളും 18% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ റേഷ്യോ എന്താ? സിമ്പിൾ. ആദ്യത്തെ നമ്പർ 100 ആണെന്ന് അസ്യൂം ചെയ്യാം. ആദ്യത്തെ നമ്പർ 100 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? അതിനേക്കാൾ 30 കൂടുതൽ 130 ആയിരിക്കും. മൂന്നാമത്തെ നമ്പർ അതിനേക്കാൾ 18 118 ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ നമ്പർ 130, മൂന്നാമത്തെ നമ്പർ 118. അപ്പൊ 130/118 ആണ് റേഷ്യോ. വാട്ട് ഈസ് 130/118? 130/118 എന്ന് വെച്ചാൽ 65/19 ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം. If alpha and beta are the roots of quadratic equation y square minus 9y plus 8, find the value of alpha plus beta minus alpha beta. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ -b/a ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a. കാണാത്തവരാണെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാം, പാർട്ട് 1. ഇവിടെ സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ മൈനസ് ഓഫ് -9 എന്ന് വരും. ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ മൈനസ് ഓഫ് -9. എന്തുകൊണ്ട് -b? ഇവിടെ b എന്ന് വെച്ചാൽ -9 അല്ലേ. a എന്ന് വെച്ചാൽ 1 ആണ്, b എന്ന് വെച്ചാൽ -9, c എന്ന് വെച്ചാൽ 8. ആൽഫ പ്ലസ് ബീറ്റ 9 വരും. ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ 8 വരും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് 8 എന്ന് വരും. ആൽഫ പ്ലസ് ബീറ്റ 9, ആൽഫ ബീറ്റ 8. അപ്പൊ 9 - 8, 9 - 8 എത്രയാ? 1 ആണ്. 9 - 8 1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ax² + bx + c = 0 ആണെങ്കിൽ സം ഓഫ് ദി റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ -b/a ആയിരിക്കും. ഇവിടെ ബിന്റെ സ്ഥാനത്ത് -9, എന്റെ സ്ഥാനത്ത് 1. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ 9 എന്ന് കിട്ടും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a 8/1 എന്ന് കിട്ടും. 8 കിട്ടും. സോ 9 - 8 1. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെ. 2x² + 8x + 6 kx² + 4kx + 3 ബോത്ത് റൂട്ട്സ് കോമൺ. ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിൽ x² കോയിഫിഷ്യന്റിന്റെ റേഷ്യോ ഈക്വൽ ടു എക്സിന്റെ കോയിഫിഷ്യന്റ് ഓഫ് റേഷ്യോ ഈക്വൽ ടു 6/3 വരും അല്ലെ. എന്ന് വെച്ചാൽ 2/k. ഇപ്പൊ ഞാൻ ഇവിടെ 2ഉം kയും 2/k, 6ഉം 3ഉം 2. 2/k ഈക്വൽ ടു 6/3 എന്ന് വരും. 2/k ഈക്വൽ ടു 2 എന്ന് വരും. 2/k ഈക്വൽ ടു 2 ആണെങ്കിൽ kന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. kന്റെ വാല്യൂ 1 ആയിരിക്കും. മനസ്സിലായോ? a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. So 2/k ഈക്വൽ ടു 8/k ഈക്വൽ ടു 8/4k ഈക്വൽ ടു 6/3. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. നോക്ക്, 3 × 2 6 അല്ലെ, 4 × 2 8 എന്ന് വെച്ചാൽ kന്റെ വാല്യൂ 1 വരുന്നാലല്ലേ ശരിയാവുള്ളൂ. k ഇൻറ്റു ഇവിടെ k എന്ന് വെച്ചാൽ 1 ആണെങ്കിൽ 1 × 2 2 പ്രൊപ്പോർഷൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഈ ഒരു ചോദ്യം നോക്കാം. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഫൈൻഡ് ദി ഇക്വേഷൻ ഹാവിംഗ് 3α and 3β. അതായത് ഇതിന്റെ റൂട്ട് ആൽഫയും ബീറ്റും ആണെങ്കിൽ, ഓക്കെ, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ 6 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് ദി റൂട്ട് അല്ലെ. സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ -6 / 1 വരും. സം ഓഫ് ദി റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ 6 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് -5 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് -5 ആയിരിക്കും ആൽഫ ബീറ്റ. ശരി, ഇനി 3α 3β. 3α 3β. ഇതിന്റെ സം എന്ന് വെച്ചാൽ 3α + 3β അല്ലേ. 3α + 3β എന്ന് വെച്ചാൽ 3 × α + β അല്ലേ. 3 × α + β. 3 × α + β എന്ന് വെച്ചാൽ 6 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ 6 അല്ലേ. അപ്പൊ 3 × α + β എന്ന് വെച്ചാൽ 18 വരും. 18. അപ്പൊ 18 വരുന്ന ഈ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. 18 വരുന്ന 2 ഓപ്ഷൻ. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് നോക്കാം. 3α × 3β. 3α × 3β എന്ന് വെച്ചാൽ 9α β. 9α β നമുക്ക് ഓൾറെഡി കിട്ടി. ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ 5 ആണ്. അപ്പൊ 9α β എന്ന് വെച്ചാൽ എന്തായിരിക്കും? 45 ആയിരിക്കും. 9α β എന്ന് വെച്ചാൽ 45. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 18ഉം 45ഉം -5 അപ്പൊ -45. മനസ്സിലായോ? സിമ്പിൾ അല്ലേ.
ഇതറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ച് നോക്കുക, ഒരു 0.5x കണ്ട് നോട്ടൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യം. The average of 36 number is 45. If two numbers 37 and 53 are discarded, the average of the remaining number, അതായത് 36 നമ്പറിന്റെ ആവറേജ് 45 ആണ്. അതിൽ 37ഉം 53ഉം നമ്മൾ റിമൂവ് ചെയ്താൽ ബാക്കിയുള്ള നമ്പറിന്റെ ആവറേജ് എന്തായിരിക്കും? സാധാരണ എന്താ ചെയ്യുക? 36 × 45 ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് 37 53 സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 34 ചെയ്യും. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ആദ്യം തന്നെ ഈ റിമൂവ് ചെയ്ത രണ്ട് നമ്പർ എന്ന് പറയുന്നത്, റിമൂവ് ചെയ്ത രണ്ട് നമ്പർ 37ഉം 53ഉം 37ഉം 53ഉം അല്ലെ, അതിന്റെ ആവറേജ് 37ന്റെയും 53ന്റെയും ആവറേജ് 37 + 53 പറ്റിയത് 45 തന്നെയല്ലേ? 37ന്റെയും 53ന്റെയും ആവറേജ് 45 തന്നെയല്ലേ? അപ്പൊ ആ രണ്ട് നമ്പറേയും ഡിവൈഡ് ചെയ്ത ആവറേജിന് മാറ്റമൊന്നുമില്ല, 45 തന്നെയാണ് പോകുന്നത്. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, ഓരോ കുട്ടികളുടെയും മാർക്ക് 45 ആണ്. അപ്പൊ ക്ലാസ്സിന്റെ ആവറേജ് മാർക്ക് എന്താ? 45 ആണ്. അതിൽ ഒരു കുട്ടീന്റെ മാർക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് പോയി, 45 മാർക്കിൽ ഒരു കുട്ടി പോയി, ബാക്കിയുള്ള 9 കുട്ടികൾ, ആ കുട്ടികളുടെ ആവറേജ് എന്ത് തന്നെയായിരിക്കും? 45 തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരേ നമ്പർ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് നമ്പർ പോയാലും ആ രണ്ട് നമ്പറിന്റെ ആവറേജ് നോക്കണമെങ്കിൽ 45 അല്ലേ? ക്ലാസ്സിന്റെ മൊത്തം ആവറേജ് 45ആണ്. അപ്പൊ രണ്ട് കുട്ടികൾ അവരുടെ ആവറേജ് 45. അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ ആവറേജ് അതേപോലെ തന്നെ അല്ലേ ഇരിക്കുന്നത്, മാറ്റമൊന്നും വരില്ലല്ലോ. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്കാം. എ പേഴ്സൺ സ്റ്റാൻഡിങ് 30 meters away from the tower. ഇപ്പോൾ ഒരു ടവർ ഉണ്ട്, ആ ഒരു ടവറിൽ നിന്ന് ഈ പയ്യൻ നിൽക്കുന്നത് 30 മീറ്റർ അകലെയാണ് അല്ലേ? അതുപോലെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ടവർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ആംഗിൾ ഓഫ് എലിവേഷൻ ടാൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഇതാണ് നമ്മുടെ ടവറെങ്കിൽ, ഇതാണ് ടവറെങ്കിൽ, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, എൻ്റെ കൈ, ഈ ഒരു കൈയാണ് ഹൊറിസോണ്ടൽ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? ടാൻ തീറ്റ ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ടാൻ 30 × 30 ആയിരിക്കും. 30 × ടാൻ 30, എത്രയും ടാൻ 30ന്റെ വാല്യൂ 1/√3 അല്ലേ? അപ്പൊ 30 × 1/√3, 30/√3. 30/√3 ഇല്ലെങ്കിൽ ഈ 30/√3 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? രണ്ട് സൈഡും √3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 30/√3 എന്ന് വെച്ചാൽ 30/√3 × √3/√3 എന്ന് ചെയ്തുകൂടെ? 30 × √3/3 എന്ന് എഴുതാം. 30/√3നെ 30 × √3/3, അപ്പൊ 10√3 എന്ന് കിട്ടും. 10√3 എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 1 ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം. ഇങ്ങനൊരു പോളിനോമിയൽ തന്നിട്ട് x⁴ - 10x² + 22, അതിനെ ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 22 കിട്ടണം. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 22 കിട്ടണം. ഇപ്പൊ ഇവിടെ ഒക്കെ എക്സിന് 0 ഇട്ട് കൊടുക്കുക. -4 + √3 × -4 - √3 അല്ലെ? a + b × a - b ഫോമുല അല്ലേ? -4 + √3 × -4 - √3, a + b × a - b, a² - b² അല്ലേ? അപ്പൊ 4² - √3² എന്ന് വരും. 4² - √3², 16 - 3 12, 16 - 3 12. അപ്പൊ പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ 4 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് a² - b² എന്താ കിട്ടുന്നത്? 12 കിട്ടുന്നത്. അപ്പൊ 3 ും 2 ഒക്കെ വന്നാലോ? 4ന് പകരം ഇവിടെ 3 ും 2, അപ്പൊ 12നേക്കാളും കുറവായിരിക്കും അല്ലെ? ഇപ്പൊ 3² - √3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 9 - 3 6 ആയിരിക്കും. 2² - √3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? -1 ആയിരിക്കും വരുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, -5 + √3 × -5 - √3, അപ്പൊ 5² - √3² എന്ന് വരും. 25 - 3 എന്ന് വരും. 25 - 3 എന്ത് കിട്ടും? 22 കിട്ടും. സോ ജസ്റ്റ് പുട്ട് x = 0, യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ദി ആൻസർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. ഈ ചോദ്യം, ഇതുപോലുള്ള ചോദ്യം ഒരുപാട് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. a² + b² 169, ab എന്ന് വെച്ചാൽ 10 ആണെങ്കിൽ a - b/a + b. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ മിക്കവാറും സ്ക്വയർ റൂട്ട്, ഈ a - b/a + b നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിനകത്ത് a - b² / a + b² ചെയ്തൂടെ അല്ലെ? a - b എന്ന് വെച്ചാൽ അർത്ഥം എന്താ? √a - b² ആണ്. a + b എന്ന് വെച്ചാൽ അർത്ഥം എന്താ? √a + b² ആണ്. അപ്പൊ √a - b/√a + b². എന്നിട്ട് നിങ്ങൾ അതൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? a - b എന്ന് വെച്ചാൽ 169 -
ഈ 10 എ ബി എന്ന് പറയുമ്പോൾ -2ab ചെയ്താൽ മതി അല്ലേ. a² + b² -2ab അല്ലേ. അപ്പോൾ റൂട്ട് ഉണ്ട്, റൂട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. റൂട്ട് വരും, റൂട്ടിനകത്ത് ന്യൂമറേറ്ററിൽ 169 - 20 വരും, ഡിനോമിനേറ്ററിൽ 169 + 20. റൂട്ടിനകത്ത് ന്യൂമറേറ്ററിൽ 169 - 2ab എന്ന് വെച്ചാൽ 20 വരും, ഡിനോമിനേറ്ററിൽ 169 + 20. അപ്പോൾ 169 - 20 എന്താ 149, 169 + 20 എന്താ 189. ഓപ്ഷൻ 3. മനസ്സിലായോ? അപ്പൊ അടുത്ത ചോദ്യം നോക്ക്. ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. a² + b² 179, ab എന്ന് വെച്ചാൽ 14. അപ്പൊ സ്ക്വയർ റൂട്ടിനകത്ത് ആദ്യം നിങ്ങൾ സ്ക്വയർ റൂട്ട് മനസ്സിലാക്കുക. ഇനി ന്യൂമറേറ്റർ എന്ത് എഴുതും? 179 + 2 × 14 28. ന്യൂമറേറ്ററിൽ 179 മൈനസ് അല്ലേ, ഇവിടെ മൈനസ് ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ 179 - 28ഉം ഡിനോമിനേറ്ററിൽ 179 + 28ഉം. 179 - 28 എന്ന് വെച്ചാൽ എത്രയാ? 151 + 28 എന്ന് വെച്ചാൽ 207. അപ്പൊ റൂട്ട് 151/207 എന്ന് വരും. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം ഇവിടെ നോക്ക്. a² + b² 163ഉം ab എന്ന് വെച്ചാൽ 27. അപ്പൊ എന്ത് ചെയ്യുക? റൂട്ടിനകത്ത് 163 + 2 × 27 അല്ലേ, 163 മൈനസ്, ന്യൂമറേറ്ററിൽ മൈനസ് ആണ്. ഇവിടെ 163 - 54 വരും. താഴെയോ 163 + 54. 163 - 54 എന്ന് വെച്ചാൽ എത്രയാ? 109. 163 + 54 എന്ന് വെച്ചാൽ എത്രയാ? 217. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. സിമ്പിൾ ചോദ്യമാണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ തന്നെ മനസ്സിലാക്കുക, രണ്ട് സൈഡ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഒരാംഗിൾ 14 ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? നമുക്കറിയാം ടോട്ടൽ 180 ഡിഗ്രി അല്ലേ, ടോട്ടൽ 180 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 14 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എന്ന് വെച്ചാൽ രണ്ടും കൂടി ചേർന്നിട്ട് എത്ര വരും? 176 വരും. രണ്ട് ആംഗിൾ 176. അപ്പോൾ ഓരോ ആംഗിൾ എന്തായിരിക്കും? 83 അല്ലേ. ഒരാംഗിൾ 14, സോ ബാക്കിയുള്ള രണ്ടാംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 176 കിട്ടണം. എന്നാല് 166 കിട്ടണം. ഓരോന്നും അപ്പൊ എത്ര ആയിരിക്കും? 166/2 83 ആയിരിക്കും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കുക. ആവറേജ് സ്കോർ ഓഫ് 10 players വാസ് ഇനിഷ്യലി റെക്കോർഡഡ് ആസ് 55. 10 പേരുടെ ആവറേജ് 55 ആണ്. പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്ത് മനസ്സിലാക്കിയത്? 84 എഴുതേണ്ട സ്ഥാനത്ത് 48 ആണ് എഴുതിയിരിക്കുന്നത്. 84 എഴുതേണ്ട സ്ഥാനത്ത് 48 എഴുതി. അപ്പൊ കറക്റ്റ് ആവറേജ് സ്കോർ. അപ്പൊ ശരിക്കും എത്ര വ്യത്യാസം വന്നിരിക്കുന്നത്? 8 - 4 4 × 9 36 ആണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ. 36 മാർക്ക് കുറച്ചാണ്. മാർക്കിലെ 36 സ്കോർ കുറവായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി 36 കൂട്ടി എഴുതണം. ടോട്ടൽ 36 കൂട്ടി എഴുതണം. ടോട്ടൽ 36 കൂട്ടി എഴുതണമെങ്കിൽ ആവറേജ് 10 പേർക്കാണെങ്കിൽ 36/10 ആവറേജ് 3.6 അല്ലേ കുറഞ്ഞിരിക്കുന്നത് അല്ലെ. ടോട്ടൽ 36 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് എന്ന് വെച്ചാൽ 36/10 3.6 ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോർമൽ മാർക്കിനേക്കാളും എത്ര ഉണ്ടാവും? ഒരു 3.6 കൂടുതലായിരിക്കും. 55 + 3.6 എത്ര? 58.6. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് 10 കുട്ടികളുടെ ആവറേജ് ഇങ്ങനെ ആലോചിക്കും. 10 കുട്ടികളുടെ മാർക്ക് 55. അതിൽ ഒരു കുട്ടീൻ്റെ ആവറേജ് മാർക്കാണ് 55. ഒരു കുട്ടീൻ്റെ മാർക്ക് എഴുതിയിരിക്കുന്നത് 48, പക്ഷെ അവൻ്റെ ആക്ച്വൽ മാർക്ക് എന്തായിരുന്നു? 84. മാർക്ക് 48നേക്കാൾ എത്ര കൂടുതലുണ്ട്? 36 കൂടുതലുണ്ടായിരുന്നു. അത് കുറച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ എന്തായാലും 55നേക്കാളും കൂടുതലായിട്ടേ വരുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ 55.5 വരും, അല്ലെങ്കിൽ 58.6 വരും. അതിൽ ഏത് വരും? അപ്പൊ ടോട്ടൽ കുറഞ്ഞിരിക്കുന്നത് 36. അപ്പൊ നമ്മൾ എത്ര കൂട്ടണം? 36 കൂട്ടണം. അല്ലെങ്കിൽ ആവറേജ് 36/10 3.6 കൂട്ടണം. 55 കൂടെ 3.6 കൂട്ടി എത്ര കിട്ടും? 58.6 കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്ക്. എക്സിന്റെ വാല്യൂ എന്താണെന്ന ചോദ്യം. x/176 99/x. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. x² = എന്തിട്ടും 176 × 99. x² = 176. ഈ x² എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 6 × 9 അല്ലേ. x²ന്റെ യൂണിറ്റ് ഡിജിറ്റ് 9 × 6 54 4ആണ്. x²ന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് √4 അല്ലേ. എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? √4. അതായത് എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം. തേർഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന ചോദ്യം. തേർഡ് പ്രൊപ്പോർഷൻ നമ്മൾ മീൻ പ്രൊപ്പോർഷൻ ABC മീൻ പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? B² = AC. B² = AC. അപ്പൊ തേർഡ് പ്രൊപ്പോർഷൻ C ആണ്. C എന്ന് വെച്ചാൽ എന്തായിരിക്കും? B²/A ആയിരിക്കും. C എന്ന് വെച്ചാൽ B²/A. ഇവിടെ A x ഉം y ക്ക് 1 കൊടുക്കുക കേട്ടോ. x ഉം y ക്ക് 1 കൊടുക്കുക. A 10ഉം
ബി 30. അപ്പോൾ സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 30 സ്ക്വയർ ബൈ 10 ചെയ്താൽ മതി. 30 സ്ക്വയർ ബൈ 10 എത്രയാണ്? 900 ബൈ 10 90 അല്ലേ? 90 വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. മനസ്സിലായോ? എ ബി സി ആണെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സി ആയിരിക്കും, അല്ലെങ്കിൽ സി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ ആയിരിക്കും. ഇവിടെ ബി 30ഉം എ 10ഉം. സോ ബി സ്ക്വയർ ബൈ എ 30 സ്ക്വയർ ബൈ 10 90. ഇവിടെയും ഇതേ ചോദ്യമല്ലേ? സി എന്തായിരിക്കും? ബി സ്ക്വയർ ബൈ എ. എക്സിനും വൈക്കും 1 കൊടുക്കുക. സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ബി സ്ക്വയർ ബൈ എ. അപ്പോൾ ബി 12 ആണ്. 12 സ്ക്വയർ ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 72 ചെയ്യും. 12 സ്ക്വയർ 144 ബൈ 2 ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെയും അതേ തന്നെയല്ലേ? തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 36 ആൻഡ് സെഡ് ഈസ് 4. വാട്ട് ഇസ് ദി സെഡ്? അപ്പോൾ ഇവിടെ സെഡ് ആണ് ചോദിക്കുന്നത്, ബി ആണ് ചോദിക്കുന്നത്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു എ സി ആണ് അല്ലേ? ബി സ്ക്വയർ എന്ന് വെച്ചാൽ 36 into 4 ആണ്. സെഡ് സ്ക്വയർ എന്ന് വെച്ചാൽ 36 into 4. സോ വാട്ട് ഇസ് സെഡ് ഈക്വൽ ടു? റൂട്ട് 36 into 4. റൂട്ട് 36 6, റൂട്ട് 4 2. സോ 6 into 2 12 എന്ന് കിട്ടും. 6 into 2 12, ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെയും തേർഡ് പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ ചെയ്താണ്. 72 കിട്ടിയല്ലേ? 72 നമുക്ക് കിട്ടിയതാണ്. അടുത്തത് ഇവിടെയും തേർഡ് പ്രൊപ്പോർഷനിൽ ചോദിക്കുന്നത് 6ന്റെയും 8ന്റെയും എക്സും വൈയും 1 കൊടുക്കുക. 6ഉം 18ഉം. അപ്പോൾ എന്ത് ചെയ്യുക? 18 സ്ക്വയർ ബൈ 6. 18 സ്ക്വയർ ബൈ 6 അല്ലേ? 18 ഇൻറ്റു 18 ബൈ 6. സോ 18 ഇൻറ്റു 3 54 എന്ന് കിട്ടും. 54, ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്ക്. 7 കുട്ടികളുടെ ആവറേജ് 54. ഓക്കെ, പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തു. അപ്പോൾ ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു? 2 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ വന്ന ആളുടെ വെയിറ്റ് എന്താ? 7 കുട്ടികളുടെ ആവറേജ് 54. ഒരു പുതിയ കുട്ടി വന്നാൽ മൊത്തം എത്ര കുട്ടികളായി? 8 കുട്ടികളായി. ഓരോരുത്തർക്കും വെയിറ്റ് എത്ര ഇൻക്രീസ് ചെയ്തു? 2 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും 2 ഇൻക്രീസ് ചെയ്ത 8 കുട്ടികളുടെയും കൂടി എത്ര ഇൻക്രീസ് ചെയ്തു? 16 ഇൻക്രീസ് ചെയ്തു അല്ല? 8 ഇൻറ്റു 2 16 ഇൻക്രീസ് ചെയ്തു അല്ലേ? ഓരോ കുട്ടിക്കും 2 ഇൻക്രീസ് ചെയ്താൽ മൊത്തം 16 കിലോ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 16 കിലോ ഇൻക്രീസ് ചെയ്യുന്ന കാരണം എന്താ? പുതിയ കുട്ടി വന്നതുകൊണ്ടല്ലേ? അപ്പോൾ പുതിയ കുട്ടീൻ്റെ വെയിറ്റ് എന്തായിരിക്കും? 54 പ്ലസ് 16. 54 പ്ലസ് 16 എത്രയാണ്? 70. മനസ്സിലായോ? 7 കുട്ടികളുടെ ആവറേജ് 54. പുതിയ കുട്ടി വന്നപ്പോൾ ആവറേജ് 2 കൂടി. അപ്പോൾ ആവറേജ് 2 കൂടുകയാണെങ്കിൽ മൊത്തം എത്ര കൂടും? 8 കുട്ടികളാകുമ്പോൾ 16 കിലോ കൂടും. സോ 16 കിലോ കൂടുക എന്ന് വെച്ചാൽ പുതിയ കുട്ടി വന്നുകൊണ്ടാണ് 16 കൂടിയത്. അപ്പോൾ 16 പുതിയ കുട്ടീൻ്റെ വെയിറ്റ് ആണ്. ഓൾറെഡി 54 ആവറേജ് ഉണ്ട്. 16 കൂടുമ്പോൾ 54 പ്ലസ് 16 എത്രയാണ്? 70, ഓപ്ഷൻ. അടുത്ത ചോദ്യം. ഇനി ഈ ഒരു ചോദ്യം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. 3 നമ്പറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, LCM എന്നത് HCF ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? HCF ചോദിക്കുകയാണെങ്കിൽ LCMനെ, കാരണം ഇതെല്ലാം കോപ്രൈം നമ്പറാണ്. കോപ്രൈം എന്ന് പറയും അല്ലേ? 5, 4ന്റെയും 3ന്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള ഹൈ മൾട്ടിപ്പിൾ 1 ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ HCF കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? LCMനെ ഇതിന്റെ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 4980 ഡിവൈഡഡ് ബൈ 5 into 4 into 3. 4980 ഡിവൈഡഡ് ബൈ 5 into 4 into 3. അപ്പോൾ 4980 ബൈ 60 വരും. 498 ഡിവൈഡഡ് ബൈ 5 into 4 2060. 4980 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 83 കിട്ടും. 83, ഓപ്ഷൻ 2. അത് ശ്രദ്ധിക്കാം. HCF കണ്ടുപിടിക്കണമെങ്കിൽ LCM ഡിവൈഡഡ് ബൈ ഈ നമ്പർ 5 into 4 into 3 ചെയ്താൽ മതി. ഓക്കെ, അടുത്തത്. A person saves 40% of his income if his expenditure 360. ഇൻകം എന്താ? അപ്പോൾ 100 രൂപ കിട്ടുന്ന ആൾ 40 രൂപ സേവ് ചെയ്യും. ഓക്കെ, ബാക്കി അയാൾ എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യും. 60% സ്പെൻഡ് ചെയ്യും. ഓക്കെ, ഈ 60% എന്ത്? 360. 60% 360 അല്ലേ? അപ്പോൾ 100% എന്ന് വെച്ചാൽ എന്തായിരിക്കും? 600 ആയിരിക്കും. 60 into 6 ആണല്ലോ 360. അപ്പോൾ ടോട്ടൽ ഇൻകം 100 ആണെങ്കിൽ 100 into 6 എന്തായിരിക്കും? 200. ഓക്കെ, അടുത്ത ചോദ്യം. ട്രിഗണോമെട്രി ആണ്. ഓക്കെ, ട്രിഗണോമെട്രിയിൽ ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഈ കോസ് തീറ്റ സൈൻ തീറ്റ, കോസ് എ സൈൻ ബി 35ഉം 55ഉം 90, A പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ, A പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, കോസ് 90, അതായത് ഇങ്ങനെ വയ്ക്കുക. കോസ് 30 ഈക്വൽ ടു സൈൻ 60 ആണ്. കോസ് 30 എന്ന് വെച്ചാൽ സൈൻ 60. കാരണം എന്താ? 30ഉം 60ഉം 90 ആണ്. കോസ് 20 എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ 70ന് ഈക്വൽ ആയിരിക്കും. കോസ് 10 എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ 80ന് ഈക്വൽ ആയിരിക്കും. കോസ് 35 എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ 55ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ റേഷ്യോ 1 ആയിരിക്കും. അതേപോലെ 11ഉം 79ഉം 90 അല്ലേ? ഈ റേഷ്യോ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 + 1 എന്തായിരിക്കും? 2. അപ്പോൾ നമുക്ക് ഇവിടെ 2 കിട്ടി. ഇനി
കോസ് 27, കൊസീക് 63 എന്ന് വെച്ചാൽ എന്താ 1/sin 63. കൊസീക് 63 എന്ന് വെച്ചാൽ 1/sin 63 ആണ്. അപ്പൊ 27 63 എന്താ 90. അപ്പൊ അവിടെയും 1 തന്നെ ആയിരിക്കും. 1 + 1 - 2 എന്ന് കിട്ടും. 1 + 1 ഇത് മൊത്തം -2. അപ്പൊ എത്ര കിട്ടും? 0. ഓപ്ഷൻ 1 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്കാം. സൈൻ സ്ക്വയർ 68 പ്ലസ് ഈ 22 എന്ന് വെച്ചാൽ 90 - 22 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 68 അല്ലേ. സൈൻ 22 എന്ന് വെച്ചാൽ കോസ് 68. സൈൻ 22 എന്ന് വെച്ചാൽ കോസ് 68. അപ്പോൾ സൈൻ സ്ക്വയർ 68 പ്ലസ് കോസ് സ്ക്വയർ 68 ഈക്വൽ ടു ഇവിടെ 1 വരും. സൈൻ സ്ക്വയർ 68 പ്ലസ് കോസ് സ്ക്വയർ 68 ഇവിടെ ന്യൂമറേറ്ററിൽ 1 വരും. സിമിലർലി ഡിനോമിനേറ്റർ ഇവിടെ 17 ആണ്. ഇവിടെ 73 എന്ന് വെച്ചാൽ സൈൻ 17 എന്ന് എഴുതാം. അപ്പോൾ കോസ് സ്ക്വയർ 17 പ്ലസ് സൈൻ സ്ക്വയർ 17 ഇവിടെയും 1 കിട്ടും. ന്യൂമറേറ്ററിൽ 1 കിട്ടും, ഡിനോമിനേറ്ററിൽ 2 × 1 കിട്ടും. സോ 1/2, 1/2 ഓപ്ഷൻ 4. മനസ്സിലായോ? സിമ്പിളാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സൈൻ സ്ക്വയർ 68 പ്ലസ് ഇതിനെ കോസ് സ്ക്വയർ 68 എന്ന് എഴുതാം. കോസ് സ്ക്വയർ 17 പ്ലസ് ഇതിനെ സൈൻ സ്ക്വയർ 17 എന്ന് എഴുതാം. അപ്പോൾ 1 + 2 × 1 എന്ന് വരും. 1 / 2 × 1 അപ്പോൾ 1/2. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നോക്കുക. കോട്ട് തീറ്റ 7/8 ആണെങ്കിൽ 8/7 × 1 + sin തീറ്റ × 1 + 1 - sin തീറ്റ / 1 + cos തീറ്റ × 1 - cos തീറ്റ. ഇപ്പോൾ ശ്രദ്ധിക്കുക. 1 + sin തീറ്റ × 1 - sin തീറ്റ എന്ന് എന്താ? a + b × a - b, a² - b² അല്ലേ. ഇപ്പൊ ന്യൂമറേറ്ററിൽ 1 - sin സ്ക്വയർ തീറ്റ എന്നും ഡിനോമിനേറ്ററിൽ 1 - cos സ്ക്വയർ തീറ്റ എന്നും വരും അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് വരും? 1 - sin സ്ക്വയർ തീറ്റ. ഇവിടെ cos സ്ക്വയർ തീറ്റ വരും, ഇവിടെ sin സ്ക്വയർ തീറ്റ വരും. cos സ്ക്വയർ തീറ്റ / sin സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താ? കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ. cos സ്ക്വയർ തീറ്റ / sin സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ കോട്ട് സ്ക്വയർ തീറ്റ. അപ്പൊ 8/7 × കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താ? 7/8 ഹോൾ സ്ക്വയർ ആണ്. 8/7 × 7/8 ഹോൾ സ്ക്വയർ. 8/7 × 7/8 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 7/8 ആണ്. ഓപ്ഷൻ 1. മനസ്സിലായോ? സിമ്പിൾ അല്ലേ. ഒന്നുകൂടി പറയാം. 1 + sin തീറ്റ × 1 - sin തീറ്റ എന്ന് വെച്ചാൽ 1 - sin സ്ക്വയർ തീറ്റ, അതായത് കോസ് സ്ക്വയർ തീറ്റ. അതേപോലെ ഇവിടെ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ / സൈൻ സ്ക്വയർ തീറ്റ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോട്ട് സ്ക്വയർ തീറ്റ. കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താ? 7² / 8² ആണ്. 8/7 × 7² / 8² ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7/8 കിട്ടും. സിമ്പിൾ. അടുത്ത ചോദ്യം. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈൻ 5a = കോസ് a - 42 ആണെങ്കിൽ എന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു a + b എന്ന് വെച്ചാൽ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ സൈൻ a = കോസ് b ആണെങ്കിൽ a + b 90. ഇവിടെ 5aയും a - 42 കൂടി ചേർന്നാൽ 90 കിട്ടും. 5a + a - 42 90, അല്ലെങ്കിൽ 6a - 42 90. or 6a = എന്ത് കിട്ടും? 90 + 42. 6a എന്ന് വെച്ചാൽ 132 എന്ന് കിട്ടും. 6a 132 ആണെങ്കിൽ എന്റെ വാല്യൂ എന്തായിരിക്കും? 132/6 ആയിരിക്കും. 132/6 എന്താ? 22. ഓക്കെ, അടുത്ത ചോദ്യം. m is inversely proportional to n. m ഉം n ഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. m 18 ആണെങ്കിൽ n 10 അല്ലെ. m 18 ആണെങ്കിൽ n 10. അപ്പൊ n 9 ആണെങ്കിൽ m ന്റെ വാല്യൂ എന്താ? സി, m ഉം n ഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ m × n കോൺസ്റ്റന്റ് അല്ലേ. m × n എന്ന് വെച്ചാൽ 18 × 10 180 ആയിരിക്കും. m × n എന്ന് വെച്ചാൽ 180. m × n രണ്ടാമത്തെ കേസിൽ m അറിയില്ല, n 9. അപ്പോ എന്ത് ചെയ്താൽ മതി? m × n 180. അപ്പൊ m കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180/9. 180/9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. മനസ്സിലായോ? m is inversely proportional. n means m × n കോൺസ്റ്റന്റ്. ഇവിടെ ഓൾറെഡി m 18 n 10 ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് വെച്ചാൽ എന്തായിരിക്കും? 18 × 10 180. അപ്പൊ 180 എന്ന് വെച്ചാൽ 9 × m എന്ന് എഴുതാം. 180 = 9 × m. m എന്ന് വെച്ചാൽ എന്തായിരിക്കും? 180/9 20 കിട്ടും. അടുത്ത ചോദ്യം. കിരൺ borrowed a sum of 16,000 രൂപ at the rate of simple interest of 2 years. If he paid an interest of 4,000 at the end, x% per annum value of x. അതായത് 2 വർഷത്തേക്ക് പ്രിൻസിപ്പൽ 16,000 രൂപ, ഇൻട്രസ്റ്റ് 4,000 ആണെങ്കിൽ ഓക്കെ
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ I = PNR/100 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 2 വർഷത്തേക്ക് 4000 രൂപയല്ലേ ഇൻട്രസ്റ്റ്, 1 വർഷത്തേക്ക് 2000 അല്ലേ, 1 വർഷത്തേക്ക് 2000. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തേക്ക് 2000 ആണെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്താൽ മതി, 2000/16000 ചെയ്താൽ മതി. 2/60 എന്ന് വരും. 2/60 എന്ന് വെച്ചാൽ 1/8. 1/8 എന്ന് വെച്ചാൽ എന്താ 12.5% അല്ലേ. 1/8 എന്ന് വെച്ചാൽ into 100 ചെയ്യുക, 12.5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 2 വർഷത്തേക്ക് 4000 ഇൻട്രസ്റ്റ്, അപ്പോൾ 1 വർഷത്തേക്ക് 2000 ഇൻട്രസ്റ്റ്. 1 വർഷത്തേക്ക് 16,000-ന് 2000 ആണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയായിരിക്കും, 2000/16,000 ആയിരിക്കും. ഇൻറ്റു 100 ചെയ്യുക, 12.5 കിട്ടും. അടുത്ത ചോദ്യം, ABC are two congruent triangles. ഈ കോൺഗ്രുവന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, A എന്ന് പറയുന്ന ആംഗിൾ തന്നെ ആയിരിക്കും X എന്ന് പറയുന്ന ആംഗിൾ, B ആംഗിൾ തന്നെ ആയിരിക്കും Y ആംഗിൾ, C ആംഗിൾ തന്നെ ആയിരിക്കും Z ആംഗിൾ. രണ്ട് ട്രയാംഗിളിലെയും ആംഗിൾസ് പ്രപ്പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ABC 2:4:4 എന്ന് വെച്ചാൽ XYZ റേഷ്യോ തന്നെ ആയിരിക്കും 2:4:4. അപ്പൊ എക്സും സെഡും ആംഗിൾ എത്രയാണെന്ന് ചോദ്യം. നമുക്കറിയാം ടോട്ടൽ ആംഗിൾ 2 + 4 + 4 10. ടോട്ടൽ 10 യൂണിറ്റ് ആണ് 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് വെച്ചാൽ 180. സോ 10 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 180. അപ്പോൾ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, 18 ഡിഗ്രി ആയിരിക്കും. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 18. അപ്പോൾ എക്സ് പ്ലസ് സെഡ് എന്ന് വെച്ചാൽ എന്താ, എക്സിന്റെ സ്ഥാനത്ത് A ആണ്, സെഡിന്റെ സ്ഥാനത്ത് C ആണ്. 2 + 4 6 ആണ്. എക്സ് പ്ലസ് സെഡ് എന്ന് വെച്ചാൽ 6 യൂണിറ്റ്. ഒരു യൂണിറ്റ് 18 ആണെങ്കിൽ 6 യൂണിറ്റ് എന്തായിരിക്കും, 6 × 18. 6 × 18 എന്താ 108. 6 × 18 108. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു കൺസെപ്റ്റ് നല്ല ചോദ്യമാണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 34 ബുക്ക് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 34 ബുക്ക് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 17 ബുക്സ്. ഓക്കെ, അതായത് 17 ബുക്ക് വാങ്ങിയിട്ട് 34 ബുക്ക് അയാൾ വിറ്റു. 17 ബുക്ക് വാങ്ങിയിട്ടുള്ളൂ, 34 ബുക്കിന്റെ കാശിലാണ് വിറ്റിരിക്കുന്നത്. ഓക്കെ, അത് 34 ബുക്ക്, അതായത് ഇങ്ങനെയല്ലേ 34 ബുക്ക് വിറ്റ വില എന്ന് പറയുന്നത് 17 ബുക്ക് വാങ്ങിയ വിലയ്ക്കുള്ളൂ. 17 ബുക്ക് വാങ്ങിയ വില എന്ന് വെച്ചാൽ 17 രൂപയാണ് അല്ലേ. അപ്പോൾ 34 രൂപയ്ക്ക് വാങ്ങിയിട്ട് 17 രൂപയ്ക്കാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റു. അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ തിരിച്ച് ചിന്തിക്കുക, 17 ബുക്ക് വാങ്ങി, 17 ബുക്ക് വാങ്ങി എന്നാൽ അയാൾ 34 ബുക്ക് ബുക്കും ചെയ്തു എന്ന് വെച്ചാൽ അയാൾക്ക് 17 ബുക്ക് നഷ്ടമല്ലേ, 17 ബുക്ക് നഷ്ടമല്ലേ, ലോസ് അല്ലേ അല്ലേ. 34 ബുക്ക് വിറ്റു, 17 ബുക്ക് അയാൾക്ക് നഷ്ടമായി. അപ്പോൾ 17/34. 17/34 എന്ന് വെച്ചാൽ എന്താ, 1/2 അല്ലെങ്കിൽ ഇൻറ്റു 100 ചെയ്യുക, 50% കിട്ടും. 17 ബുക്ക് വാങ്ങി 34 ബുക്ക് വിറ്റു. അപ്പോൾ 17 ബുക്ക് അയാൾ വാങ്ങിയിട്ടുള്ളൂ, 34 ബുക്കാണ് അയാൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ 17 ബുക്ക് അയാൾക്ക് നഷ്ടമായി. 34 ബുക്കിന് 17 ബുക്കും നഷ്ടം എന്ന് വെച്ചാൽ 50% അയാൾക്ക് എന്തായി, നഷ്ടമായി. ഓക്കെ, ഈ ഒരു ബുക്ക് നോക്ക്, അല്ലെ ഈ ബുക്ക് എന്ന് പറയും, ഈ ഒരു ചോദ്യം നോക്ക്. 10 ബുക്ക് വിറ്റ വില 16 ബുക്ക് വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് അല്ലെ. ഇപ്പോൾ ഒരു ബുക്കിന്റെ കോസ്റ്റ് 1 രൂപയാണെങ്കിൽ അയാൾ 16 രൂപയ്ക്കാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബുക്ക് വാങ്ങിയിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 ബുക്ക്, അയാൾ വിറ്റ വില എന്ന് വെച്ചാൽ 16 ബുക്ക് വാങ്ങിയ വിലയ്ക്കാണ്. ഓക്കെ, 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 16 രൂപയ്ക്ക് വിറ്റു. അല്ലെങ്കിൽ തിരിച്ച് ചിന്തിക്കുക, 16 ബുക്ക് വാങ്ങിയിട്ട് അയാൾ എത്ര ബുക്ക് വിറ്റുള്ളൂ, 10 ബുക്ക് വിറ്റുള്ളൂ. 16 ബുക്ക് വാങ്ങിയിട്ട് അയാൾ 10 ബുക്ക് വിറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു 6 ബുക്ക് ലാഭമല്ലേ, 6 ബുക്ക് ലാഭമല്ലേ. 10 ബുക്കേ വിറ്റുള്ളൂ, അതിൽ 6 ബുക്ക് ലാഭം. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് എന്തായിരിക്കും, 6/10. 6/10 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 60% ലാഭമുള്ളൂ. മനസ്സിലായോ? ശ്രദ്ധിക്കുക, 16 ബുക്ക് വാങ്ങി അയാൾ 10 ബുക്കേ വിറ്റുള്ളൂ. അപ്പോൾ അയാൾ 16 ബുക്ക് വാങ്ങി, ഓക്കെ, എന്നിട്ട് അയാൾ 32 ബുക്ക് വിറ്റു എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു 8 ബുക്ക് വാങ്ങാൻ തന്നെ എക്സ്ട്രാ പഴയത് കയ്യിലുള്ളതാണ് അയാൾ വിറ്റിരിക്കുന്നത്. പഴയതല്ല, അയാൾക്ക് അത്രയും ഒരു 8 ബുക്കിന്റെ കാശ് നഷ്ടമായി. 16 ബുക്ക് വാങ്ങി 32 ബുക്ക് വിറ്റെന്ന് വെച്ചാൽ 16 ബുക്ക് അയാൾ എക്സ്ട്രാ ആണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് 16/32 50% ലോസ് ആയിരിക്കും. പിന്നെ എനിക്ക് 16 ബുക്ക് അയാൾ വാങ്ങി, ഓക്കെ, 16 ബുക്ക് വാങ്ങി. സെല്ലിംഗ്, ഇങ്ങനെ ചോദ്യം, സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 ബുക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 16 ബുക്ക്. ഓക്കെ, 8 ബുക്ക് വാങ്ങിയതിന്റെ വില എന്ന് പറയുന്നത് 16 ബുക്ക്, 8 ബുക്ക് വിറ്റതിന്റെ വില എന്ന് പറയുന്നത് 16 ബുക്ക് വാങ്ങിയതിന്റെ വിലയ്ക്ക് തുല്യമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, അയാള് 8 ബുക്ക് വിറ്റു, ഓക്കെ,
8 അയാൾ വാങ്ങിയിരിക്കുന്നത്, 8 വിറ്റിട്ടുള്ളൂ, ബാക്കി 8 അയാൾക്ക് ലാഭമാണ്. അപ്പോൾ 8/16 50% എന്തായിരിക്കും ലാഭമായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്ക്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 ബുക്സ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 36 ബുക്സ്. അപ്പോൾ അയാൾ 36 ബുക്ക് വാങ്ങിയിട്ടുണ്ട്, 30 ബുക്ക് വിറ്റിട്ടുള്ളൂ, ബാക്കി 6 ബുക്ക് അയാളുടെ കയ്യിൽ തന്നെ ലാഭമാണ്. 30 ബുക്ക് വാങ്ങിയ വില, അങ്ങനെ ശരിക്കും അതല്ല കേട്ടോ കൺസെപ്റ്റ്. ശരിക്കും എന്താ, 30 ബുക്ക് വിറ്റതിന്റെ വില 36 ബുക്ക് വാങ്ങിയതിന്റെ വിലയ്ക്ക് തുല്യമാണ്. 36 ബുക്ക് വാങ്ങിയതിന്റെ വില എന്ന് വെച്ചാൽ ഇപ്പം അയാൾ ഒരു ബുക്കിന് 1 രൂപയാണെന്ന് വിചാരിക്കും. ഒരു ബുക്കിന് 1 രൂപയാണെങ്കിൽ അയാൾ ശരിക്കും 36 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, ആ 36 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു, 30 ബുക്ക് വിറ്റു. 36 രൂപയ്ക്ക് 30 ബുക്ക് വിറ്റു. അപ്പം ആ 6 രൂപ അയാൾക്ക് ലാഭമല്ലേ. 30-ൽ 6 രൂപ എന്താ ലാഭം. ഇതാണ് ശരിക്കും കൺസെപ്റ്റ്. അപ്പോൾ 6/30. 6/30 എന്ന് വെച്ചാൽ എത്ര, 1/5. പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ 1/5 × 100 20. ഓക്കെ, 20% ഗെയിൻ. മനസ്സിലായോ? അടുത്ത ചോദ്യം. ഇവിടെ നോക്ക്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ബുക്സ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ബുക്സ്. അതായത് അയാൾ കോസ്റ്റ് പ്രൈസ് 6 ബുക്ക് എന്ന് വെച്ചാൽ 6 രൂപ, ഒരു ബുക്കിന് 1 രൂപയാണെങ്കിൽ 6 രൂപയ്ക്കാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, 20 ബുക്ക് വിറ്റിരിക്കുന്നത്. 6 രൂപയ്ക്കാണ് 20 ബുക്ക് വിറ്റിരിക്കുന്നത് അല്ലേ. അപ്പം അയാൾക്ക് നഷ്ടം 14 രൂപയല്ലേ. 20 രൂപ വിറ്റ 20 ബുക്ക് വരുമ്പോൾ 20 രൂപ, അതിൽ 14 രൂപ അതിലേക്ക് എന്തായി, നഷ്ടമായി. അപ്പോൾ 14/20. 14/20 എന്ന് വെച്ചാൽ എത്രയാ, ഇൻറ്റു 100 ചെയ്യുമ്പോൾ 70% ലോസ് ആയിരിക്കും. 14/20 × 100 70% അയാൾക്ക് എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നോക്ക്. 28 ബുക്ക് വാങ്ങിയ വിലയ്ക്കാണ് 35 ബുക്ക് വിറ്റിരിക്കുന്നത്. 28 ബുക്ക് വാങ്ങിയ വിലയ്ക്കാണ് 35 ബുക്ക് വിറ്റിരിക്കുന്നത്. അപ്പം തന്നെ നഷ്ടമാണ് അയാൾക്ക് അല്ലേ. ഒരു ബുക്കിന് 1 രൂപയാണെങ്കിൽ 28 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു, 35 രൂപയുടെ ബുക്ക് വിറ്റു. 28 രൂപയ്ക്ക് അയാൾ 35 രൂപയുടെ ബുക്ക് വിറ്റു അല്ല. അപ്പോൾ 7 രൂപ അയാൾക്ക് എന്തായി, നഷ്ടമായി. 7 രൂപ നഷ്ടമായി. 35-ൽ 7 രൂപ അയാൾക്ക് എന്തായി, നഷ്ടമായി. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 7/35 × 100. 7/35 × 100 എന്ന് വെച്ചാൽ എത്ര കിട്ടും, 20% കിട്ടും നഷ്ടം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 1 രൂപയ്ക്ക് 6 ലെമൺ വാങ്ങി. 100% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര ലെമൺ 1 രൂപയ്ക്ക് വിൽക്കണം. 1 രൂപയ്ക്ക് 6 നാരങ്ങ വാങ്ങി, 100% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര ലെമൺ അയാൾ വിൽക്കണം. ശരി, 100%, 1 രൂപയുടെ 100% എന്ന് വെച്ചാൽ 1 രൂപയല്ലേ അല്ലേ. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 + 100% ഓഫ് 1 അല്ലേ. 1 രൂപേൻ്റെ 100% വെച്ചാൽ 1 രൂപയാണ്. അപ്പോൾ 1 രൂപയ്ക്ക് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യണം, 2 രൂപയ്ക്ക് വിൽക്കണം. 1 രൂപയ്ക്കാണ് അയാൾ വാങ്ങിയിരിക്കുന്നത്. 100% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അയാൾ 2 രൂപയ്ക്ക് വിൽക്കണം. 6 എണ്ണം 2 രൂപയ്ക്ക് വിൽക്കണം. 6 എണ്ണം 2 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം, 3 എണ്ണം വിൽക്കണം. 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം, 3 എണ്ണം വിൽക്കണം. ഓപ്ഷൻ 3. ഓക്കെ, അടുത്തത്. ഇത് നേരെ തിരിച്ച ചോദ്യം. 1 രൂപയ്ക്ക് 5 എണ്ണം വിറ്റു. നേരത്തെ വാങ്ങിയെന്നാണ് പറഞ്ഞത്, ഇവിടെ ചോദ്യം നേരെ തിരിഞ്ഞു പോയി. 1 രൂപയ്ക്ക് 5 ചോക്ലേറ്റ് വിറ്റു. 20% ലാഭം കിട്ടിയെങ്കിൽ എത്ര എണ്ണം അയാൾ 1 രൂപയ്ക്ക് വാങ്ങിയിരിക്കണം. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. 20% എന്ന് വെച്ചാൽ എന്താ, 1/5 ആണ്. 20% എന്ന് വെച്ചാൽ 1/5. അപ്പോൾ ഡിനോമിനേറ്ററുള്ള 5 ചോക്ലേറ്റ് വിൽക്കുമ്പോൾ അയാൾക്ക് 1 ചോക്ലേറ്റിൻ്റെ ലാഭം കിട്ടണം. 5 ചോക്ലേറ്റ് വിൽക്കുമ്പോൾ 1 ചോക്ലേറ്റ് ലാഭം കിട്ടുന്നത് വെച്ചാൽ 5 + 1 6 ചോക്ലേറ്റ് അയാൾ വാങ്ങിയിരിക്കണം. 6 ചോക്ലേറ്റ് എന്ത് ചെയ്യണം, അയാൾ വാങ്ങിയിരിക്കണം. സിമ്പിൾ. 20% എന്ന് വെച്ചാൽ 1/5. സോ 1 + 5 = 6. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം കഴിഞ്ഞു. അത് ഇതിൻ്റെ ബാക്കി ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അതോടുകൂടി ഈ ഒരു സെഷൻ നമ്മുടെ വൈൻഡപ്പ് പോകും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് കോഡിങ്, ഡീകോഡിങ് ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ട്രിഗണോമെട്രി, അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സമയം കിട്ടുന്ന പോലെ. സോ ബൈ, സി യു, ടേക്ക് കെയർ.